സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന വളരെ വലിയ ഒരു നേതാവാകേണ്ട യുവാവ്, യുവത്വത്തിൽ തന്നെ 33, 34, 35 വയസ്സിനകത്ത് തന്നെ സംസ്ഥാന പ്രസിഡൻ്റാകാൻ കഴിയുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ MLA ആകാൻ കഴിയുന്നു. അതും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി നിന്ന് MLA ആകാൻ കഴിയുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ VD സതീശനെ പോലെയുള്ളവരുടെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ പോലെയുള്ളവരുടെ സാമീപ്യവും അനുഗ്രഹവും ആശീർവാദവും എല്ലാം കിട്ടുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MP-യുടെ, അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു, ആ ഒഴിവിലാണ് രാഹുൽ MLA ആയത്. അദ്ദേഹത്തിന് ഒരു MP, വടകരയിൽ MP-യുടെ സാന്നിധ്യം കിട്ടുന്നു. അങ്ങനെ വളരെ വലിയ, ഒരുപക്ഷെ ചാണ്ടി ഉമ്മനെ പോലെയുള്ളവർക്കൊന്നും കിട്ടാത്ത, ചാണ്ടി ഉമ്മനൊക്കെ ഫൈറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മനൊക്കെ വലിയ ഗോഡ് ഫാദർമാരൊന്നും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം വർക്ക് ചെയ്താണ് ഇതിനകത്ത് നിൽക്കുന്നത്. അതേസമയം ഗോഡ് ഫാദർമാരും കൃത്യമായ PR വർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ അറിയാവുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ വളരെ വലിയ രീതിയിലാണ് വളർന്നത്. രാഹുൽ ഷാഫി അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അതൊരു പക്ഷേ VD സതീശൻ രാഹുൽ ഷാഫി അച്ചുതണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത രീതിയിലാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വനിതാ കമ്മീഷൻ തന്നെ സ്വയം കേസെടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സ്വത്തിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് വലിയ തോതിൽ പരാതികൾ കോൺഗ്രസ് ആളുകൾ തന്നെ അയച്ചിരിക്കുകയാണ്. MLA ആയതിനു ശേഷമാണ്, വളരെ കുറച്ച് കാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഇത്രയും പണം ഉണ്ടാക്കണമെങ്കിൽ അത് ബിനാമി പണമായിരിക്കും. അതിന് അവിഹിതമായി ഒരുപാട് MLA-യുടെ സ്വാധീനം ഉപയോഗിച്ച് പല കാര്യങ്ങളും അവിഹിതമായി നേടിക്കൊടുക്കുന്നതായിരിക്കും. ഒരു വശത്ത് സ്ത്രീ വിഷയം അത് വല്ലാതെ കത്തുന്നു. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള, രാഹുൽ മാങ്കുട്ടത്തിനെക്കുറിച്ചുള്ള വീഡിയോകളും വാട്സപ്പ് വാച്ചുകളും ഫേക്ക് വീഡിയോകളും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളതും ക്രിയേറ്റഡ് ആയിട്ടുള്ളതുമായ ഒരുപാട് സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പമാണ് ഇത്തരത്തിലുള്ള അവിഹിതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും വന്നിരിക്കുന്നത്. അപ്പോൾ യുവതലമുറയിൽപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരുന്നത് അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഇതിനിടയിൽ രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ചുള്ള മറ്റു ചില കമൻറ്റുകളാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന്, പിണറായി വിജയൻ രാഹുൽ മാങ്കുട്ടത്തിന് എതിരാളി തന്നെയാണ്. പിണറായി വിജയനെ ബഹുമാനിക്കേണ്ട കാര്യം, CPM-ൻ്റെ പിണറായി വിജയനെ ബഹുമാനിക്കേണ്ട കാര്യം രാഹുൽ മാങ്കുട്ടത്തിനില്ല. പക്ഷേ രാഹുൽ മാങ്കുട്ടം മനസ്സിലാക്കുക, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, 80 വയസ്സോളം അടുക്കാൻ പോകുന്ന ആളാണ്. കേരളത്തിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇന്ന് CPM-ൽ ജീവിച്ചിരിക്കുന്ന വളരെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ എടാ പിണറായി എന്ന് താങ്കൾ വിളിച്ചതായി ഒരു റോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്കൾ അങ്ങനെ വിളിച്ചു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അത് താങ്കൾ ഒഴിവാക്കേണ്ടിയിരുന്നു. ഇനി വരുന്ന നേതാക്കളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2, പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്ക് പത്മജ വേണുഗോപാൽ പോയപ്പോൾ പിതൃശൂന്യ എന്നവരെ വിളിച്ചു. അവർ ഒരു ആളിനെ നോക്കി പിതൃശൂന്യൻ, പുരുഷനെ നോക്കി പിതൃശൂന്യനെന്നും സ്ത്രീയെ നോക്കി പിതൃശൂന്യ എന്ന് വിളിച്ചാൽ അത് അവരുടെ അമ്മയെയാണ് പറയുന്നത്, അച്ഛനെ അല്ല പറയുന്നത്. തന്തയില്ലാത്ത കൊച്ചെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരോ തന്തയാണെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ട് വരും. ഭാര്യയ്ക്ക് അവിഹിത സന്തതി എന്ന് പറയുന്ന വലിയ മാനസിക സംഘർഷം ഉണ്ടാകും. രാഹുൽ മാങ്കുട്ടത്തിനെയോ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലുള്ള ആരെയെങ്കിലും അല്ലെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആരെയെങ്കിലും അവിഹിത സന്തതിയായിരുന്നു താങ്കളെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകില്ലേ രാഹുലെ? താങ്കൾക്ക് തന്നെ ഒരു അവിഹിത സന്തതിയുടെ പേരിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് കേൾക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ കാലത്തിൻ്റെ ചില കാവ്യനിധി നിയോഗവുമൊക്കെയാണ്. അതുകൊണ്ട് എല്ലാ നേതാക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് സ്വത്ത്, അധികാരം, സമ്പത്ത്, സ്ത്രീ, മദ്യം, ഇതെല്ലാം നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പൊതുജീവിതമേ ഉള്ളൂ, സ്വകാര്യ ജീവിതമില്ല. നിങ്ങളുടെ പൊതുജീവിതത്തെ എല്ലാവരും എല്ലാ കണ്ണുകളോടും കൂടി നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ വലിയ തോതിൽ ആദർശശുദ്ധിയോടുകൂടി ജീവിച്ചാൽ ജനഹൃദയങ്ങളിൽ നിങ്ങളുടെ സ്ഥാനം ദൈവം കഴിഞ്ഞാൽ തൊട്ടു താഴെയായിരിക്കും, ചിലർക്കെങ്കിലും ദൈവം പോലെയായിരിക്കും. ഉദാഹരണങ്ങൾ എടുത്തോളൂ. മഹാത്മാഗാന്ധി, അംബേദ്കർ, അയ്യങ്കാളി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഗുരുദേവന്മാർ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അയ്യാഗുരു, വൈകുണ്ഠസ്വാമി, അങ്ങനെ ഗുരുദേവന്മാരുടെ പരമ്പര എടുത്തോളൂ. മന്നത്ത് പത്മനാഭൻ,
അങ്ങനെ ആളുകൾ എടുത്തു നോക്കൂ. മഹാരഥന്മാർ, ഇനി ശാസ്ത്രജ്ഞന്മാരായാലും സാങ്കേതിക വിദഗ്ധരായാലും രാഷ്ട്രീയക്കാരായാലും നന്മ ചെയ്യുന്നവരെ സമൂഹം എല്ലാ കാലവും മുന്നോട്ട് കൊണ്ടുപോകും. AK ആൻ്റണിയെ പോലുള്ള ആളുകളെ എന്ത് ഭരിച്ചു, എന്ത് ചെയ്തു, അല്ലെങ്കിൽ കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ ആളുകൾക്ക് വലിയ റെസ്പെക്റ്റാണ്. VM സുധീരൻ, എത്രയോ മഹാരഥന്മാരെ ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ഇടതുപക്ഷത്തിലെടുത്താലുമുണ്ട്, വലതുപക്ഷത്തിലെടുത്താലുമുണ്ട്, BJP എല്ലാ പക്ഷത്തിലെടുത്താലും. രാജഗോപാൽ ജീവിച്ചിരിക്കുന്ന BJPയുടെ ഒരു ലെജൻഡല്ലേ. അങ്ങനെ എത്രയോ പേർ എല്ലാ പാർട്ടിയിലുമുണ്ട്. ഞാൻ കേരളത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ സാഹിത്യ രംഗത്തുമൊക്കെ. എന്നാൽ പിന്തിരിപ്പന്മാരായ ആളുകളെ ആണ് മറ്റുള്ളവരെന്നുള്ള ചിന്തയും ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സ്വമേധയാ. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള അവിഹിത സ്വത്തിനെക്കുറിച്ചുള്ള പരാതി ഹൈക്കമാൻഡിൽ പോയിരിക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായും താങ്കൾ MLA സ്ഥാനം രാജിവെച്ച് താങ്കൾ അഗ്നിശുദ്ധി വരുത്തണം. അതിന് കിട്ടിയിരിക്കുന്ന വലിയ അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. മാത്രമല്ല ബാക്കിയുള്ള നേതാക്കൾക്ക് ഇതൊരു പാഠമാകട്ടെ. നിങ്ങൾ പരസ്പരം പോരടിച്ചും ഗ്രൂപ്പ് കളിച്ചും PR വർക്ക് ചെയ്തും ചാനൽ വഴിയും മീഡിയ ഹൈപ്പുണ്ടാക്കിയും റീലുകളിട്ടുമൊക്കെ കയറി വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം കൂടി കൊണ്ടുപോകണം. കൂടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും ഒന്നിച്ച് വർക്കലയിൽ ശിവഗിരിയിൽ വെച്ച് കാണുമ്പോൾ ഗാന്ധിജിയോട് ഗുരുദേവൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. പരസ്പരം അവർ ആശയങ്ങൾ കൈമാറിയപ്പോൾ ഗാന്ധിജിയോട് ചോദിച്ചു, ഗുരുദേവൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് നൽകാനുള്ള ഒരു സന്ദേശമെന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ വളരണം, എല്ലാവരും വളരണം, വളരെ വലിയ തോതിൽ ഓരോരുത്തരും വളരണം. പക്ഷേ ആ വളരുമ്പോൾ തന്നെ സ്വഭാവം കൂടി കൊണ്ടുപോകണം. സ്വഭാവവും ഒരുപോലെ പ്രധാനമാണ്. അപ്പോൾ എന്ന് വിചാരിച്ച് സ്ത്രീ സൗഹൃദങ്ങളോ സ്ത്രീകളോടുള്ള ബന്ധമോ അതെല്ലാം സ്വകാര്യ ജീവിതത്തിൽ പലരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ അതിൻ്റേതായ രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അതിനപ്പുറം വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുന്നത് ആളുകളില്ല. അങ്ങനെ കൊണ്ടുപോയാൽ വീണുപോകും. എത്രയോ റോക്കറ്റ് പോലെ താങ്കൾ വളർന്നു കേരളത്തിൽ, അതേ റോക്കറ്റ് പോലെ തിരിച്ചു വരുന്ന പരാജയപ്പെട്ട റോക്കറ്റ് പോലെ കടലിലേക്ക് പതിക്കുന്നതാണ് കാണുന്നത്. താങ്കൾ സ്വയം തിരുത്തുക. മറ്റ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലെസണാകട്ടെ, ഒരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരും ഇത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗം കൂടുതൽ ശുദ്ധമാകും.